ഒന്ന് ചീഞ്ഞാൽ അത് മറ്റൊന്നിന് വളമാകുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം രൂപ നല്ല രീതിയിൽ താഴ്ന്നു. ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കാണ് രൂപ കൂപ്പ് കുത്തിയത്. പക്ഷേ രൂപ കൂപ്പ് കുത്തുമ്പോൾ ചില ഓഹരികൾക്ക് അത് ഗുണപരമായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു 5 ഓഹരികളെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഡോളർ കറുത്താർജിക്കുകയാണ്. രൂപയടക്കം കടുത്ത സമ്മർദ്ദമാണ് നേരിടുന്നത്. കറൻസിയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് പലപ്പോഴും ഇറക്കുമതി ചെലവ് കൂടുന്നതിനും ആഭ്യന്തര വാങ്ങൽ ശേഷി കുറയുന്നതിനും കാരണമാകുന്നുണ്ട്. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ, പണപ്പെരുപ്പം, വ്യാപാര അസന്തുലിതാവസ്ഥ, രാഷ്ട്രീയ സംഭവങ്ങൾ എന്നിവയുൾപ്പെടെ പല ഘടകങ്ങളും കറൻസിയുടെ മൂല്യത്തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. അതേസമയം രൂപയുടെ ഇടിവ് ആഘോഷിക്കുന്ന ഒരു പിടി ഓഹരികൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഉണ്ട്. രൂപയുടെ മൂല്യം ഇടിയാനായിട്ട് കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കാരണങ്ങളുണ്ട്. അതിൽ ചിലത് നോക്കിക്കഴിഞ്ഞാൽ US സോവറിൻ ബോണ്ടുകളുടെ പലിശ നിരക്ക് കുറയ്ക്കേണ്ടതില്ലെന്ന് US ഫെഡറൽ റിസർവിൻ്റെ തീരുമാനമാണ് ഇതിൽ പ്രധാനം. ഇത് ഇത്തരം ആസ്തികളെ നിക്ഷേപകർക്ക് പ്രിയപ്പെട്ടതാകുന്നു. ഇത് US-ലേക്കുള്ള മൂലധന ഒഴുക്ക് ആകർഷിക്കുന്നു. കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ചരക്കുകൾക്ക് 25% ചുങ്കവും ചൈനയിൽ 10% തീരുവയും ചുമത്താനുള്ള ട്രംപിൻ്റെ തീരുമാനം വ്യാപാര യുദ്ധസാധ്യത വർദ്ധിപ്പിക്കുന്നു. കാനഡ തിരിച്ച് 25% നികുതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡോളർ കരുത്താർജിച്ചതോടെ മറ്റു രാജ്യങ്ങളുടെ കറൻസികൾക്ക് നിറം മങ്ങി. എന്നാൽ ഇത് ചില ഓഹരികൾക്ക് നേട്ടമാക്കാൻ ചില കാരണങ്ങളായിട്ടുണ്ട്. ദുർബലമായ രൂപ കയറ്റുമതി വർദ്ധിപ്പിക്കും. കാരണം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിദേശ വാങ്ങലുകൾക്ക് വില കുറഞ്ഞതായി തീരും. ടെക്സ്റ്റൈൽ, കെമിക്കൽസ്, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനം ചെയ്യും. കുറഞ്ഞ വിനിമയ നിരക്ക് ഉപയോഗിച്ച് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഉയർന്ന ഡിമാൻഡ് നേടാൻ കഴിയും. ഇത് രാജ്യത്തിൻ്റെ വ്യാപാര ബാലൻസ് മെച്ചപ്പെടുത്താനും സാമ്പത്തിക വളർച്ച പിന്തുണയ്ക്കുകയും ചെയ്യും. എന്നാൽ പ്രവാസികളെ സംബന്ധിച്ച് രൂപയുടെ മൂല്യമിടിവ് മികച്ച നേട്ടമാണ്. രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ രാജ്യത്തേക്ക് കൂടുതൽ പണം ഒഴുകും. രൂപയേക്കാൾ ശക്തമായ കറൻസിയുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് പണം അയക്കുന്നത് കൂടുതൽ മൂല്യവത്താകുന്നു. പണം അയക്കലിന് ഈ വർധന ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന് ഉത്തേജനം നൽകും. ഇത് രാജ്യത്തിൻ്റെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് മെച്ചപ്പെടുത്തും. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞാൽ പ്രയോജനം ലഭിക്കുന്ന ഓഹരികൾ ഇനി നമുക്ക് നോക്കാം. ഒന്ന് ടാറ്റ കൺസൾട്ടൻസി സർവീസാണ്. രാജ്യത്തെ ഏറ്റവും വലിയ IT സേവനദാതാക്കൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഭാഗം വിദേശ ക്ലയൻറ്റുകളാൽ സമ്പന്ന IT സേവനങ്ങൾ, കൺസൾട്ടിംഗ്, ബിസിനസ് സൊല്യൂഷൻ എന്നിവയിൽ ആഗോള പ്രശസ്ത. മൂന്നാം പാദത്തിൽ 63,900 രൂപയാണ് കമ്പനിയുടെ വരുമാനം. ഇതിൽ 47% വടക്കേ അമേരിക്കയിൽ നിന്നാണ്. ഡിജിറ്റൽ പരിവർത്തനം, ക്ലൗഡ് കമ്പ്യൂട്ട്, എൻ്റർപ്രൈസ് സൊല്യൂഷൻ എന്നിവയിലെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്തി വളർച്ചയെ നയിക്കാൻ TCS ലക്ഷ്യമിടുന്നു. വരുമാനം ഡോളറിൽ ആയതിനാൽ തന്നെ നേട്ടം വർദ്ധിക്കുന്നു. അടുത്തത് ഇൻഫോസിസ് ആണ്. വടക്കേ അമേരിക്കയിൽ ശക്തമായ സാന്നിധ്യമുള്ള ആഗോള IT സേവനദാതാക്കൾ. ഇന്ത്യയിലെ മികച്ച IT കമ്പനി കൺസൾട്ടിംഗ് ഭീമനാണ്. 41,764 കോടി രൂപയുടെ മൂന്നാം പാദ വരുമാനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 58% വരുമാനവും US-ൽ നിന്നാണ്. ഡിജിറ്റൽ ക്ലൗഡ് സേവനങ്ങളിൽ ഇൻഫോസിസ് ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. മത്സരാധിഷ്ഠിത വടക്കേ അമേരിക്കൻ വിപണിയിലെ വളർച്ച നിലനിർത്തുന്നതിന് ഡിജിറ്റൽ പരിവർത്തനം, സൈബർ സുരക്ഷ, ഓട്ടോമേഷൻ എന്നിവയിൽ കമ്പനി വിപുലീകരണം നടത്തുന്നുണ്ട്. അടുത്തത് വിപ്രോണ്. കൺസൾട്ടിംഗ് ഡിജിറ്റൽ ടെക്നോളജി സൊല്യൂഷനുകൾ നൽകുന്ന ഒരു പ്രമുഖ IT സേവന കമ്പനിയാണ് ഇത്. IT-ക്ക് പുറമെ മികച്ച പോർട്ട്ഫോളിയോ വളർത്താൻ കമ്പനി നടത്തിയ ശ്രമങ്ങൾ വിജയം കാണുന്ന സമയമാണിത്. 22,319 കോടി രൂപയുടെ വരുമാനം മൂന്നാം പാദത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 62% വടക്കേ അമേരിക്കയിൽ നിന്നാണ്. ക്ലൗഡ് കമ്പ്യൂട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റ അനലിറ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ നൂതന സേവനങ്ങൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. മികച്ച ഭാവി വിലയിരുത്തപ്പെടുന്നു. വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിനായി US വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്തത് ഡോക്ടർ റെഡ്ഡീസ് ലാബ് ലിമിറ്റഡ്. ശക്തമായ ആഗോള കാഴ്ചപ്പാടുള്ള ഒരു പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളും സജീവ ചേരുവകളും ഒഴികെ വരുമാനത്തിൻ്റെ 46% വടക്കേ അമേരിക്കയിൽ നിന്നാണ്. മൂന്നാം പാദത്തിൽ 7,375 കോടി രൂപയുടെ വരുമാനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനറിക് മരുന്നുകൾ, ബയോസിമിലറുകൾ, ഓവർ ദി കൗണ്ടർ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വികസനത്തിലും വിതരണത്തിലും കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിക്കും. US വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കുന്ന
വിപുലീകരിക്കുന്ന തിരക്കിലാണ് കമ്പനി. അടുത്തത് സൺ ഫാർമസ്യൂട്ടിക്കൽ. ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ പ്രധാന ഇന്ത്യൻ കളിക്കാരിൽ ഒന്ന് ഇവനാണ്. ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷനുകളിലും സജീവ ചേരുവകളിലും വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. മൂന്നാം പാദത്തിൽ 12,826 കോടി വരുമാനം നേടി. ഇതിൽ 31% US വിപണിയിൽ നിന്നാണ്. വടക്കേ അമേരിക്കൻ വിപണിയിൽ കമ്പനി അതിൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്തി വരുന്നു. ജനറിക് മരുന്നുകളുടെയും സജീവ ഫാർമസ്യൂട്ടിക്കൽ ചേരുവകളുടെയും പോർട്ട്ഫോളിയോ വിപുലീകരിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ആഭ്യന്തര അന്തർദേശീയ വിപണികളിലെ വളർച്ചയ്ക്ക് മികച്ച സംഭാവന നൽകുന്നുണ്ട്. വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിലവിൽ ലഭ്യമായ വസ്തുതകൾ അല്ലെങ്കിൽ ഡാറ്റ അടിസ്ഥാനമാക്കി ചെയ്യുന്ന ഈ വീഡിയോ ആണ്. ഇത് ഓഹരി, ഈ പറഞ്ഞ ഓഹരികൾ വാങ്ങാനോ ഒഴിവാക്കാനോ ഉള്ള ഒരു നിർദ്ദേശമോ ഉപദേശമോ അല്ല. നിക്ഷേപകരുടെ അറിവിലേക്കായി ഓഹരി നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭസാധ്യതകൾക്ക് വിധേയമാണ്. അതിനാൽ നിക്ഷേപങ്ങൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ വേണം ചെയ്യാൻ.